കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF 20-ൽ 18 സീറ്റും നേടി അതിഗംഭീര വിജയം നേടിയപ്പോഴും കൈവിട്ടുപോയ 2 മണ്ഡലങ്ങൾ കോൺഗ്രസിന് തീരാ ദുഃഖമാണ്. അതിൽ തൃശൂർ മണ്ഡലത്തിലെ തോൽവിയിലാണ് കോൺഗ്രസ് ഏറെ ദുഃഖിതർ. തൃശൂർ മണ്ഡലത്തിൽ BJPയുടെ വിജയവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മുരളീധരൻ മൂന്നാമതായി പിന്തള്ളപ്പെട്ടതും വിജയത്തിനിടയിലും കോൺഗ്രസിന് തോൽവിയായി മാറിയിരുന്നു. ഇതിനു പുറകെ വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പുണ്ടായാൽ മുരളീധരൻ മത്സരിക്കുമെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രമുള്ളപ്പോൾ എല്ലായിടത്തും പോയി മത്സരിക്കേണ്ട കാര്യമില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. താൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ലെന്നും തൃശൂരിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് TN പ്രതാപൻ പറഞ്ഞിരുന്നില്ലെന്നും മുരളീധരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ തന്നെയാണ് തെറ്റു ചെയ്തത്. ഉറപ്പായും ജയിക്കാവുന്ന സിറ്റിംഗ് സീറ്റിൽ നിന്നും മാറി മത്സരിച്ചു. അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല. നടന്ന കാര്യങ്ങളൊക്കെ KPCC അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും വിശദീകരിച്ചു. ആർക്കെതിരെയും നടപടിയും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഒരു തിരഞ്ഞെടുപ്പോടുകൂടി ലോകം അവസാനിക്കുന്നില്ലല്ലോ എന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ സുരേഷ് ഗോപിയും BJPയും കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി. തൃശൂരിൽ മാത്രമാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടായിട്ടുള്ളത്. ഇത് നഷ്ടപ്പെടാൻ കാരണമായത് സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങളാണെന്നും TN പ്രതാപനും അത് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് വിചാരിക്കുന്നതെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തൃശൂരിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. പത്മജ മാറിയ സാഹചര്യത്തിൽ താൻ വന്നാൽ കുറെ കൂടി ഫലപ്രദമാകുമെന്നാണ് പ്രതാപൻ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും അടുത്ത 1 വർഷം പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടാകില്ലെന്നും മുരളീധരൻ പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 2 കൊല്ലം ബാക്കിയുള്ളപ്പോൾ എന്തിനാണ് എല്ലായിടത്തും പോയി മത്സരിക്കുന്നത്? വയനാട് രാഹുൽ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക വരണമെന്നാണ് വയനാട്ടുകാരും കേരളത്തിലെ കോൺഗ്രസുകാരും ആഗ്രഹിക്കുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സംസ്ഥാനം ഭരിക്കുമെന്നാണ് കോൺഗ്രസിന്റെയും അവകാശവാദം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുരളീധരൻ മത്സരിച്ച് വിജയിച്ചാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം വരെ ലഭിക്കുമെന്നും നേതാക്കൾ പറയുന്നുണ്ട്. അതിനാൽ ഇനിയൊരു ഉപതിരഞ്ഞെടുപ്പിൽ മുരളീധരൻ മത്സരിക്കുന്നില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇനി സജീവമാവില്ലെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. മുരളീധരനെ അനുനയിപ്പിക്കാൻ മുന്നണിയും നേതാക്കളും മുൻപന്തിയിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ കോൺഗ്രസും മുന്നണിയും മുരളീധരനെ കൈവിടില്ല എന്ന യാഥാർത്ഥ്യമാണ് തെളിഞ്ഞു വരുന്നത്.